ഒരു മെഡിക്കൽ മാഫിയ എന്ന് പറയുന്നൊരു സംഭവമാണ്. അവരാരും റൂട്ട് കോസ് പറഞ്ഞു കൊടുക്കത്തില്ല. സ്കിന്നിൻ്റെ ഡോക്ടർ പറയുന്നത് അത് സ്കിന്നിൻ്റെ മാത്രം പ്രശ്നമാണ്, വയറുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് പറയുന്നത്. ഫേസ് ഡാർക്കാണെന്ന് പറഞ്ഞാൽ ലേസർ ചെയ്യുന്നവരുണ്ട്. അതിൽ നിന്നും പുറത്തോട്ടുള്ള കണക്ഷൻസ് ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്ര എളുപ്പപ്പണിയല്ല. ഈ ഗട്ടും സൂയിസൈഡൽ ടെൻഡൻസിയും തമ്മിൽ ബന്ധമുണ്ടോ? നല്ല ബന്ധമുണ്ട്. ഈ സെറട്ടോണിൻ എന്ന് പറയുന്ന സംഭവം ബ്രെയിനിലേക്ക് കയറണം. അങ്ങനെയാണ് നമുക്ക് ഹാപ്പിനെസ്, സന്തോഷം എന്ന് പറയുന്ന ഫീൽ കിട്ടുന്നത്. ഓട്ടിസം ഉള്ള കുട്ടികളിൽ അറിയില്ല അവരെന്താ ചെയ്യുന്നത്, എന്താ പറയുന്നത്, അവർക്ക് തന്നെ അറിയില്ല. കഞ്ചാവിൽ ഉള്ള സെയിം കെമിക്കൽ സ്ട്രക്ചറാണ് ഈ ബാക്ടീരിയയുടെ സ്ട്രക്ചറും. എനിക്ക് മനസ്സിലായി, വയറ് ശരിയാക്കുമ്പം തലവേദന മാറുന്നു. എങ്ങനെ എന്നുള്ളത് അറിയില്ല. PhD ചെയ്തപ്പോഴാണ് നമ്മൾക്ക് ആ ഒരു റിസർച്ചുകളിൽ കൂടുതൽ വന്നപ്പോഴാണ് അറിഞ്ഞത്, ഓക്കെ ഇത് ഗട്ട് ബ്രെയിൻ ആക്സിസ് ആണ്, സ്കിന്നിൻ്റെ പ്രശ്നമാണ് ഗട്ട് സ്കിൻ ആക്സിസ്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്ന ഒരേ ഒരു സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് പ്രീബയോട്ടിക് ആണ്. അത് ഏറ്റവും എഫക്റ്റീവ് ആണ്. നമുക്ക് വേണ്ടുന്ന ഫുഡ് നമ്മൾ കഴിക്കുന്നു, നമ്മുടെ കുടലിലെ ബാക്ടീരിയകൾക്ക് വേണ്ടുന്ന ഫുഡ് കഴിക്കുന്നില്ല. വയറ് ശരിയില്ലെങ്കിൽ ഡിപ്രഷൻ ഉണ്ടാകും, വയറ് ശരിയില്ലെങ്കിൽ ആങ്സൈറ്റി ഉണ്ടാകും, വയറ് ശരിയില്ലെങ്കിൽ സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടാകും. പലതരം കെമിക്കൽസും കാര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ ഇതൊരു മെയിൻ കാരണമാണ്. നമസ്കാരം, ഡോക്ടർ സ്പീക്കിങ്ങിൻ്റെ ദ വെരി ഫസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സൂര്യ സുജി. നമ്മളുടെ ശരീരത്തിൽ വരുന്ന മിക്ക അസുഖങ്ങളും ഗട്ട് റിലേറ്റഡ് ആണ് എന്നാണ് ഡോക്ടർ മനോജ് ജോൺസൺ പറയുന്നത്. ഞാൻ നിങ്ങളെ ശരിക്കും ദ ഗട്ട് ഡോക്ടർ എന്ന് വിളിക്കണോ? കാരണം സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ മുഴുവൻ ഡോക്ടർ മനോജ് ജോൺസൺ സംസാരിക്കുന്നത് ഗട്ടിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഡാൻഡ്രഫ് ഉണ്ടാവുന്നത് ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നു. ശരിക്കും ഗട്ടിനെ കുറിച്ച് ഇങ്ങനെ ആധികാരികമായി സംസാരിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഫോളോവേഴ്സ് വിളിക്കേണ്ടത് ശരിക്കും ഗട്ട് ഡോക്ടർ എന്നാണോ? എങ്ങനെ വേണേലും വിളിച്ചോ, കുഴപ്പമൊന്നുമില്ല. സൂര്യ പറഞ്ഞത് 100% കറക്റ്റാണ്. ഒരു ഭൂരിഭാഗം ആരോഗ്യ പ്രശ്നങ്ങൾ ഗട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 5000 കൊല്ലം മുമ്പ് ആയുർവേദത്തിൽ പറഞ്ഞൊരു കാര്യമായത്. ആയുർവേദത്തിൽ പറഞ്ഞേക്കുന്ന മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എല്ലാം ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നമാണ് എന്നുള്ളതാണ്. പക്ഷേ എങ്ങനെയാണ് ഇതിന് കണക്ഷൻ എന്നുള്ളത് പറഞ്ഞിട്ടില്ല. ഇതെന്നുള്ളത് അറിയാം, പക്ഷേ ഇതിന് കാരണവും അറിയാം, സിംറ്റമും അറിയാം, പക്ഷേ എങ്ങനെ എന്നുള്ളൊരു സംഭവം ഇല്ല. അത് ഇപ്പോൾ ലേറ്റസ്റ്റ് റിസർച്ചുകളിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ റൂമറ്റോഡ് ആർത്രൈറ്റിസ് എന്ന് പറയും, ആമവാദം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വയറിൻ്റെ പ്രശ്നമാണ് എന്നുള്ളത് ആയുർവേദത്തിൽ പറഞ്ഞ കാര്യമാണ്. പക്ഷേ ലേറ്റസ്റ്റ് റിസർച്ചുകളിൽ എല്ലാം പറയുന്ന കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ പറയുന്ന ഈ ബാക്ടീരിയ പ്രോറ്റോല കോപ്പറി എന്ന് പറഞ്ഞ ബാക്ടീരിയ എങ്ങനെയാണ് ജോയിൻസിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നുള്ളത് ക്ലിയർ ആയിട്ട് റിസർച്ചുകളിൽ പറയുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇതൊക്കെ പണ്ട് ആയുർവേദത്തിൽ പറഞ്ഞ കാര്യമാണല്ലോ എന്ന്, വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അതേപോലെ ഓരോ സംഭവങ്ങളിലും ഓരോ മെഡിക്കൽ സിസ്റ്റമിലും ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വന്നതുണ്ട്. അപ്പം ഞാനിത് ശരിക്കും ഗട്ടിനെ കുറിച്ച് കൂടുതൽ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഒത്തിരി ആളുകൾ നമ്മുടെ അടുത്ത് ട്രീറ്റ്മെൻറ്റിനായിട്ട് വരുന്നുണ്ട്, കൺസൾട്ടേഷനായിട്ട് വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും വയറിൻ്റെ അസിഡിറ്റി പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും ഉള്ളെങ്കിൽ ആദ്യം അത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് 15 ദിവസം കഴിഞ്ഞ് അവർ പറയും എൻ്റെ മുട്ടുവേദന കുറഞ്ഞു എന്ന് പറയും. അപ്പം നമ്മൾ മുട്ടുവേദനക്കൊന്നും ചെയ്തില്ല. ചിലർ പറയും ഞാൻ നന്നായിട്ട് കിടന്നുറങ്ങി, എനിക്ക് ഉറക്കം ശരിയില്ലായിരുന്നു, ആ ഉറക്കത്തിനൊന്നും ചെയ്തിട്ടില്ല നമ്മൾ. ചിലർ പറയുന്നു എനിക്ക് മൈഗ്രെയിൻ തലവേദന നല്ല കുറവുണ്ട്, പക്ഷെ മൈഗ്രെയിൻ ട്രീറ്റ്മെൻറ്റേ ചെയ്തിട്ടില്ല. ചിലർ പറയുന്നത് എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിരുന്നു, ഇപ്പം നല്ല സ്മൂത്തായി, മുഖത്ത് പാടുകളുണ്ടായിരുന്നു, അത് കുറഞ്ഞു. അങ്ങനെ പല പല കാര്യങ്ങൾ അവർ പറയുകയാണ്. നമ്മളാണെങ്കിൽ അതിനകത്ത് ഒന്നും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ചെയ്തേക്കുന്ന മൊത്തം എന്ന് പറഞ്ഞാൽ മോഷൻ ക്ലിയറായി, അതേപോലെ തന്നെ ഗട്ട് ബാക്ടീരിയകളൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുത്തു, അതേപോലെ തന്നെ അസിഡിറ്റി ലെവലൊക്കെ കുറച്ചു, ഫുഡ് ഹാബിറ്റ്സിൽ ചേഞ്ചസ് വരുത്തി. ഇത്രയും ചെയ്തപ്പോൾ തന്നെ കഴുത്ത് വേദന കുറഞ്ഞു, നടുവേദന കുറഞ്ഞു, തലവേദന കുറഞ്ഞു, മുട്ടുവേദന കുറഞ്ഞു, ഉറക്കം ക്ലിയറായി, ക്ഷീണം കുറഞ്ഞു, എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നറിയോ, ആങ്സൈറ്റി ഇറിറ്റേഷൻസ് കുറഞ്ഞു. ഇങ്ങനെ പല പല കാര്യങ്ങൾ. അപ്പം നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഇത്രയും കൊല്ലമായിട്ടൊരു 4 ലക്ഷത്തോളം കൺസൾട്ടേഷൻസ് നമ്മുടെ ഇത്രയും ക്ലിനിക്കുകളിലും എല്ലാമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഭൂരിഭാഗം ഈ പറയുന്ന ഡാറ്റാസ് വെച്ചിട്ടാണ് നമുക്ക് മനസ്സിലായി, ശരിയാണല്ലോ, ചുമ്മാതെ വെറുതെ തലവേദനയ്ക്ക് ട്രീറ്റ് ചെയ്ത് സമയം കളഞ്ഞു, കുറേ നടുവേദനയ്ക്ക് ട്രീറ്റ് ചെയ്ത് സമയം കളഞ്ഞു. ഭൂരിഭാഗം സംഭവങ്ങളും വയറ് ക്ലിയറായാൽ തന്നെ ശരിയാകുമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് പിന്നെ ഞാൻ അതിൻ്റെ PhDയുടെ ഭാഗമായിട്ട് എനിക്ക് മനസ്സിലായി വയറ് ശരിയാക്കുമ്പം തലവേദന മാറുന്നു. എങ്ങനെ എന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പോഴാണ് PhD ചെയ്തപ്പോഴാണ് നമ്മൾക്ക് ആ ഒരു റിസർച്ചുകളിൽ കൂടുതൽ വന്നപ്പോഴാണ് അറിഞ്ഞത്, ഓക്കെ ഇത് ഗട്ട് ബ്രെയിൻ ആക്സിസ് ആണ്, സ്കിന്നിൻ്റെ പ്രശ്നമാണ് ഗട്ട് സ്കിൻ ആക്സിസ് ആണ്, ഇത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്, ഇതെല്ലാം ആ ഒരു മെക്കാനിസം മനസ്സിലായി. അങ്ങനെയാണ് പിന്നെ ഞാൻ ആലോചിച്ച് ചുമ്മാതെ കുറേ അതും ഇതും പറഞ്ഞ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാ ആൾക്കാരും ഗട്ടിലൊന്ന് ഫോക്കസ് ചെയ്താൽ തന്നെ അവരുടെ പല പല പ്രശ്നങ്ങൾ കുറയുന്നുണ്ട്. പീരിയഡ്സിന് ഇറഗുലാരിറ്റി വരെ ശരിയാകുന്നുണ്ട് ഗട്ടിൻ്റെ ട്രീറ്റ് ചെയ്താൽ തന്നെ. അപ്പം
എല്ലാം എന്ന് പറഞ്ഞാൽ 100% ആൾക്കാരുടെ അല്ല, അതിനകത്ത് ഭൂരിഭാഗം ആളുകളിൽ ഇങ്ങനെ ഒരു കണക്ഷൻ കിടപ്പുണ്ട്. അത് ട്രീറ്റ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങൾക്കുള്ള ചേഞ്ചസ് വരാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഗട്ട് ട്രീറ്റ് ചെയ്ത്. ഇപ്പോൾ എനിക്ക് പണി എളുപ്പമാണ്, ചുമ്മാ എല്ലാം ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ആരും വന്ന് എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഓക്കെ മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമാണ്, ഒന്ന് ശരിയാക്കി കൊടുത്താൽ മൈഗ്രെയിൻ ക്ലിയർ. അത് അത്രയും സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ കൊല്ലങ്ങളോളം മരുന്നെടുത്ത് നടക്കുന്നവരുണ്ട്. അതിനാണ് ഞാൻ അവയർനെസ് കൂടുതലായിട്ട് കൊടുക്കുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് വളരെ കൂടുതലായ ആളുകൾ കേൾക്കുന്ന ഒരു വേർഡാണ് ഗട്ട് ഹെൽത്ത്. പക്ഷെ എന്താണ് ഈ ഗട്ട് ഹെൽത്ത്? നമ്മൾ ബയോളജിയിൽ പണ്ട് പഠിച്ചിട്ടുണ്ട്, നമുക്ക് ചെറുകുടലുണ്ട്, വൻകുടലുണ്ട്, ലാർജ് ഇൻഡസ്റ്റൈൻ, സ്മോൾ ഇൻഡസ്റ്റൈൻ. ശരിക്കും ഗട്ട് എന്ന് പറയുന്നത് എവിടെയാണുള്ളത്? ശരിക്കും മൊത്തത്തോടെയാണ് ഗട്ട് എന്ന് പറയുന്നത്. അതിനകത്ത് ചെറുകുടൽ വൻകുടൽ എല്ലാം ഗട്ട് തന്നെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ബാക്ടീരിയകളും ഫംഗസും വൈറസും എല്ലാ കാര്യങ്ങളും വരെ എല്ലാം ഉള്ളത് വൻകുടലിലാണ്. 85% വൻകുടലിലാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉള്ളത്. കാരണം വൻകുടലിനകത്ത് ആസിഡിക് നേച്ചർ ഇല്ല, വളരെ കുറവാണ്. അപ്പം ആമാശയത്തിലാണ്, സ്റ്റൊമക്കിലാണ് ഹൈ അസിഡിക് ആയിട്ടുള്ളത്. സ്റ്റൊമക്കിനകത്ത് ഈ ബാക്ടീരിയകൾ ഇതൊന്നും അധികം പറ്റത്തില്ല. ചില വളരെ ചെറിയ ചെറിയ സംഭവങ്ങൾ മാത്രമേ അവിടെ സർവൈവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ പലപ്പോഴും ഈ വൻകുടലിലുള്ള ബാക്ടീരിയകളൊക്കെ ചെറുകുടലിലേക്ക് കയറി വരും. അന്നേരമാണ് നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറുകളൊക്കെ തുടങ്ങുന്നത്. അതായത് റൊമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അതേപോലെ തന്നെ സ്കിൻ കണ്ടീഷൻസ്, അത് തൈറോയിഡൈറ്റിസ് പ്രശ്നങ്ങൾ, അതേപോലെ ലൈക്കൻ പ്ലാനസ് എന്ന് പറഞ്ഞാൽ കറുത്ത പാടുകൾ മുഖത്ത് വരുന്നത്, വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ വെള്ളപ്പാടുകൾ, അങ്ങനത്തെ പല പല കാര്യങ്ങൾ. പിന്നെ പല രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസിൽ നമ്മൾ ഇത് ട്രീറ്റ് ചെയ്യുമ്പോൾ അത് മാറാൻ. ഓട്ടിസം നമ്മുടെ കുട്ടികളിൽ കാണുന്ന ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഈ ഹൈപ്പർ ആക്ടിവിറ്റി വേറൊരു ട്രാക്കാണ്. ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികളെ വലിയ കുഴപ്പമില്ല, അവരുടെ ഇറിറ്റബിലിറ്റി കൊണ്ടാണ് ചെയ്തത്, അത് ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓട്ടിസം എന്ന് പറയുന്നത് അവർക്ക് പുറത്തെ സംഭവങ്ങളൊന്നുമില്ല, അവർക്ക് ഉള്ളിലേക്കാണ്. അവർ ഒരേ കാര്യം പറഞ്ഞാൽ വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ശരിക്കും ഇത് ഗട്ട് ഇഷ്യൂ ആണ്, ആണോ? അല്ലാതെ ജന്മന ഉള്ള സംഭവമല്ല ഓട്ടിസം. ജനിക്കുമ്പോൾ എല്ലാ കുട്ടികളും ഓക്കെയാണ്. അതിനകത്തൊരു 80% കണ്ടീഷൻ സംഭവിക്കുന്നത് വെച്ചാൽ ജന്മിക്കുമ്പോൾ ഇവർക്ക് യാതൊരു കുഴപ്പമില്ല, 1-2 വയസ്സ് വരെ ഒരു കുഴപ്പമില്ല. അത് കഴിഞ്ഞേച്ചാണ് ചിലപ്പം ചില വാക്സിനേഷൻ്റെ ഭാഗമായിട്ടാവാം, ചിലപ്പം ചില മെഡിസിൻ്റെ ഭാഗമായിട്ടാകാം, ചിലപ്പം ഫുഡ്, അതായത് 6 മാസം വരെ പാല് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, അതല്ലാതെ വേറെ ഒന്നും കൊടുക്കരുത്, അമ്മയുടെ മുലപ്പാല് മാത്രമേ ഉള്ളൂ. പക്ഷെ അല്ലാതെ അങ്ങനെ കയറുന്ന കാര്യങ്ങളുണ്ട്. പലപ്പോഴും സിസേറിയൻ രീതിയിൽ വരുന്നവരുണ്ട്. ഇപ്പം നോർമൽ ഡെലിവറിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഗട്ടിലെ ബാക്ടീരിയ വരുന്നത് മെയിനായിട്ട് വെജനൽ കനാൽ വഴിയാണ്. അത് സ്വാല ചെയ്തേച്ച് ഉള്ളിലേക്കാണ് കയറുന്നത്. അതിനാണ് പ്രോബയോട്ടിക് എന്ന് പറയുന്നത്. എന്നിട്ട് ഇത് അമ്മയുടെ മുലപ്പാല് കൊടുക്കുമ്പോഴാണ്, അതിനകത്താണ് പ്രീബയോട്ടിക് ഉള്ളത്. ഈ ബാക്ടീരിയകൾക്കുള്ള മെയിൻ ഫുഡ് അതിനകത്താണ് ഉള്ളത്. ഇതാണ് അടുത്ത കുഞ്ഞിൻ്റെ വയറ് കണ്ടീഷനൊക്കെ ഗട്ടൊക്കെ ഒന്ന് ക്ലിയർ ആക്കാനായിട്ട് അവർക്ക് ഇമ്മ്യൂണിറ്റിക്കും എല്ലാത്തിനും ആവശ്യമുള്ള സംഭവം എന്ന് പറയുന്നത് ഈ രീതിയാണ്. പലപ്പോഴും സിസേറിയൻ സെക്ഷനിൽ എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ അമ്മയുടെ ആ ബാക്ടീരിയകൾ കിട്ടത്തില്ല. അപ്പം പലപ്പോഴും ഏതെങ്കിലും നേഴ്സിൻ്റെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ വരുമ്പോൾ അവിടുത്തെ എൻവയോൺമെൻറ്റിൽ എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും. പലപ്പോഴും കുട്ടികളിൽ ജനിക്കുന്ന സമയത്ത് പാല് പോലും മര്യാദയ്ക്ക് കുടിക്കാൻ പറ്റാത്ത സാഹചര്യം വരും. അപ്പം വേറെ ലാക്ടോജനോ അതും ഇതൊക്കെയുള്ള ചേർക്കുന്ന രീതി, അതായത് ബേസിക് ആയിട്ട് മെയിനായിട്ട് കിട്ടേണ്ട കാര്യങ്ങളൊന്നും കിട്ടാതെ വരും. അന്ന് തൊട്ട് തുടങ്ങുന്നതാണ് പ്രശ്നം. പക്ഷെ അതൊരിക്കലും ഈ പറയുന്ന പ്രസവത്തിൻ്റെ കോംപ്ലിക്കേഷൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വേറെ പ്രശ്നങ്ങൾ വരാം. പക്ഷേ ഇത് കുറേ നാളുകൾ 1-2 കൊല്ലം ഇങ്ങനെ നോർമലായിട്ട് പോയിട്ട് പിന്നെയാണ് ഇറിറ്റബിലിറ്റി കൂടുന്നത്. ഈ ക്ലോസ്ട്രീഡിയം ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയസ് എന്ന് പറയും. ആ ബാക്ടീരിയാസ് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ കഞ്ചാവിലുള്ള സെയിം കെമിക്കൽ സ്ട്രക്ചറാണ് ഈ ബാക്ടീരിയയുടെ സ്ട്രക്ചറും. അപ്പോൾ അവിടെ എന്താണോ ആക്ഷൻ നടക്കുന്നത്, നമ്മൾ അതായത് ഓട്ടിസം ഉള്ള കുട്ടികളിൽ അറിയില്ല അവരെന്താ ചെയ്യുന്നത്, എന്താ പറയുന്നത്, അവർക്ക് തന്നെ അറിയില്ല. ഈ മദ്യം കുടിച്ച് കഴിഞ്ഞേച്ച് ഫുൾ ബോധം പോയി കഴിഞ്ഞേച്ച് എന്തൊക്കെയോ കാണിച്ച് കൂട്ടത്തില്ലേ, എന്നിട്ട് നോർമലായി കഴിയുമ്പോൾ അതൊക്കെ മനസ്സിലാകത്തില്ല എന്താ ചെയ്തതെന്ന് അറിയത്തില്ല. അതേ അവസ്ഥയാണ്. ഇറിറ്റബിലിറ്റി ഉള്ള കുട്ടികളിൽ ഗട്ട് ശരിയാക്കിയാൽ തന്നെ ഭൂരിഭാഗം പ്രശ്നം കുറയും. ഓട്ടിസം ഒക്കെ നല്ല ചേഞ്ചസ് ആയിരുന്നു. അതിന് പ്രീബയോട്ടിക് ആണ് കൊടുക്കേണ്ടത്. ഓരോന്നിനും ഓരോ ടൈപ്പ് സംഭവങ്ങളുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, പലപ്പോഴും എന്തൊക്കെ സ്പീച്ച് തെറപ്പി, ഓക്യുപ്പേഷണൽ തെറപ്പി, പ്ലേ തെറപ്പി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അപ്പനും അമ്മയും അവരുടെ ജീവിതം മൊത്തം കുട്ടികൾ ഇതിനു വേണ്ടി മാറ്റി വെക്കുന്നതാണ്. അത് ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ ബേസിക് ഈ കാര്യം ശരിയാകാതെ അതിന് ഒരു പരിധി കൂടുതൽ ചേഞ്ച് വരത്തില്ല. വളരെ സ്ലോയിലാണ് അത് വരുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇതിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ചെറിയ കുട്ടി തൊട്ടുള്ള പ്രായമുള്ള ആളുകൾ ഡിപ്രഷൻ വരെ, അൽസിമേഴ്സ് ഡിസീസ് ഉണ്ട്, മറവിയുടെ പ്രശ്നം, പാർക്കിൻസൺസ്, ഇതെല്ലാം ഗട്ടുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതൊക്കെ റിസർച്ചുകളിൽ കിടക്കുന്ന സാധനം, മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കിൽ ഇതില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇത് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത് ആർക്കും ചെയ്യാം. ഒരു പ്രശ്നം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്ന ഒരേ ഒരു സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് പ്രീബയോട്ടിക് ആണ്. പ്രീബയോട്ടിക് എന്ന് പറയുന്നത് ഒരു പൗഡറാണ്. അത് ഏറ്റവും എഫക്റ്റീവ് ആണ്. നമുക്ക് വേണ്ടുന്ന ഫുഡ് നമ്മൾ കഴിക്കുന്നു, നമ്മുടെ കുടലിലെ ബാക്ടീരിയകൾക്ക് വേണ്ടുന്ന ഫുഡ് നമ്മൾ കഴിക്കുന്നില്ല. അല്ലാതെ ഇഡ്ഡലിയും ദോശയും അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ചിക്കനും ഒന്നും കഴിച്ചാലൊന്നും
ചോറൊന്ന് കഴിച്ചാലൊന്നും അതിന് വീണെന്ന് കിട്ടത്തില്ല. ബാക്ടീരിയക്ക് അതൊന്നും വേണ്ട. കിട്ടത്തില്ല. ബാക്ടീരിയകളാണ് നമ്മുടെ ശരീരത്തിൽ 70% ഉള്ളത്. നമ്മളാകെ 30% ഉള്ളൂ കോശങ്ങൾ. അപ്പം അവർ തീരുമാനിക്കണം നമ്മൾ എന്ത് തീരുമാനിക്കും. നമ്മളിപ്പം 6 അടി പൊക്കോ 80 കിലോ തൂക്കം ഉണ്ട് വെച്ചോ, അവർ തീരുമാനിക്കുകയാണ് എടുത്ത് ചാടിക്കോ ട്രെയിനിൻ്റെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ ചാടും. അപ്പം അവിടുത്തെ അനുസരിച്ചാണ് ബ്രെയിനിലെ തിങ്കിങ് വരുന്നത്. സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടാകാം, ഡിപ്രഷൻ ഉണ്ടാകാം, ആങ്സൈറ്റി ഉണ്ടാകാം, പല രീതിയിലുള്ള ചേഞ്ചസുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരും. അപ്പം നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിലും ചെയ്തോട്ടെ, അതിൻ്റെ കൂടെ ഈ കാര്യങ്ങൾ ചെയ്തു പോയെങ്കിലാണ് റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു സൂയിസൈഡൽ ടെൻഡൻസി നമ്മളെ ഗട്ട് ഹെൽത്ത് ഇഷ്യൂ കൊണ്ട് ഉണ്ടാവാന്ന്. ശരിക്കും ഈ ഗട്ടും സൂയിസൈഡൽ ടെൻഡൻസിയും തമ്മിൽ ബന്ധമുണ്ടോ? നല്ല ബന്ധമുണ്ട്. ജീനാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പക്ഷെ എന്നാലും നമ്മളിപ്പം നല്ല ബാക്ടീരിയകൾ, ഇതാണ് കുടലിനകത്ത് സെറട്ടോണിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. ഈ സെറട്ടോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുടലിനകത്ത് ഈ മൂവ്മെൻറ്റ് ശരിയാക്കിയിട്ട് മോഷൻ ക്ലിയർ ആക്കലാണ് അതിൻ്റെ മെയിൻ പണി. പക്ഷേ ഈ പണി കഴിഞ്ഞേച്ച് ഈ പറയുന്ന സെറട്ടോണിൻ എന്ന് പറയുന്നത് വേഗസ് നെർവ് എന്ന് പറയും, ബ്രെയിനിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഗട്ടിൽ നിന്ന്. ഈ വേഗസ് നെർവ് വഴി ഈ സെറട്ടോണിൻ എന്ന് പറയുന്ന സംഭവം ബ്രെയിനിലേക്ക് കയറണം. ഈ ബ്രെയിനിലേക്ക് കയറിയാൽ അങ്ങനെയാണ് നമുക്ക് ഹാപ്പിനെസ്, സന്തോഷം എന്ന് പറയുന്ന ഫീൽ കിട്ടുന്നത്. അപ്പം 95% സെറട്ടോണിൻ റിലീസ് ആകുന്നത് കുടലിലാണ്. അപ്പം കുടൽ ശരിയില്ലെങ്കിൽ ഇവന് ഡിപ്രഷൻ വരും. കുടലിൽ മാത്രമായിട്ടുള്ള സംഭവം വരും. അതായത് നമ്മുടെ എന്താ പറയുക, മോഷൻ, ലൂസ് മോഷൻ വരുന്ന ആൾക്കാരില്ലേ, ലൂസ് മോഷൻ ആൾക്കാരിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ നമ്മുടെ എന്താ പറയുക റിപ്പീറ്റഡ് ആയിട്ട് ഒരു ദിവസം തന്നെ 3-4 തവണ പോകുന്നവരുണ്ട് ലൂസായിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ കുടലിനകത്ത് സെറട്ടോണിൻ ലെവൽ വളരെ കൂടുതലാണ്. കാരണം അത് ബ്രെയിനിലേക്ക് കയറുന്നേ ഇല്ല. അത് അവിടെ കിടക്കുന്നതുകൊണ്ട് മൂവ്മെൻറ്റ് കൂട്ടിക്കൊണ്ടിരിക്കും, മോഷൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷെ അതുകൊണ്ട് എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വയറ് ശരിയില്ലെങ്കിൽ ഡിപ്രഷൻ ഉണ്ടാകും, വയറ് ശരിയില്ലെങ്കിൽ ആങ്സൈറ്റി ഉണ്ടാകും, വയറ് ശരിയില്ലെങ്കിൽ സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടാകും. ഇത് ജീനും പലതരം കെമിക്കൽസും കാര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ ഇതും ഒരു മെയിൻ കാരണമാണ്. അതുകൊണ്ടാണ് സന്തോഷം ആസ്വദിക്കാൻ പറ്റാത്തത്. അവർക്ക് എപ്പോഴും വയറ്റിന് പ്രശ്നം കാണും. ഈ വയറ്റിന് പ്രശ്നം മാറിയിട്ട് വേണ്ടല്ലേ സന്തോഷം ആസ്വദിക്കാൻ. അതാണ് എൻ്റെ സത്യാവസ്ഥ. അത് മനസ്സിലാക്കിയ പണി എളുപ്പമാണ്. എപ്പോഴും നോക്കിയാൽ മതി. വയറ് ശരിയില്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്കൊരു യാത്ര പോകാൻ തോന്നത്തില്ല, ഒരു സിനിമ ആസ്വദിക്കാൻ തോന്നത്തില്ല, ഒരാൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ തോന്നത്തില്ല, ഒന്നിനും നമുക്കൊരു താല്പര്യമില്ല. ഗ്യാസൊക്കെ കുറഞ്ഞ് മോഷനൊക്കെ ക്ലിയർ ആയി അസിഡിറ്റി ഒക്കെ ക്ലിയർ ആയാൽ മാത്രമേ നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. ആ ബേസിക് അതൊന്നും ആലോചിച്ചാൽ പോരെ. അല്ലാതെ അതിന് കൂടുതലൊന്നും ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ എന്തൊക്കെ പൈസ ചിലവാക്കുന്നത്. ശരിക്കും വയറ് ശരിയാക്കിയാൽ തന്നെ ഭൂരിഭാഗം ആസ്വദിക്കാൻ പറ്റും. അതായത് നമ്മുടെ ഉള്ള കാര്യങ്ങൾ വെച്ച് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. മറ്റേതൊക്കെ എന്ന് പറഞ്ഞാൽ കിട്ടുന്നു, അന്നേരം കഴിഞ്ഞ് പിന്നെ പോയി, പിന്നെ നമുക്ക് സന്തോഷത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. ബേസിക് ഇതാണ്. ഇത് ശരിയാക്കിയാൽ തന്നെ ശരിയാവും. 2 തരം മനുഷ്യരാണ് നമ്മളുടെ ഇടയിലുള്ളത്. ഒന്ന് ഡെയിലി ടോയ്ലറ്റിൽ പോകുന്ന ആളുകളുണ്ട്, മറ്റേത് കോൺസ്റ്റിപ്പേഷനുള്ള ആളുകളുണ്ട്. അപ്പോൾ ചില ആളുകൾ പറയും ഡെയിലി ടോയ്ലറ്റിൽ പോകണം, അതാണ് കൃത്യമായിട്ടുള്ള ജീവിത രീതിയുടെ ഭാഗം എന്ന് പറയും. മറ്റേ ആളുകൾ പറയും ഡെയിലി ടോയ്ലറ്റിൽ പോകേണ്ടെന്ന് ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം പോയാൽ മതി. ശരിക്കും ഡെയിലി ടോയ്ലറ്റിൽ പോകണം. ഇത് ശരിക്കും പറഞ്ഞാൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അവർ കഴിക്കുന്ന ഫുഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ പ്രോട്ടീൻസ് കൂടുതലായിട്ട് കഴിക്കുന്നു, അങ്ങനെയുള്ള ആളുകളിൽ മോഷൻ അധികം കാണത്തില്ല. കാർബ്സ് കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകളിലാണ് മോഷൻ കാണുന്നത് അധികമായിട്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വയറ് കുടലിൽ കണ്ടീഷൻ ശരിയില്ലെന്നുണ്ടെങ്കിൽ വിരയുടെ അളവ് കൂടിയെന്ന് വെച്ചോ, വിരയും ഫംഗസും കൂടിയാൽ മോഷൻ ടൈറ്റ് ആവും. അപ്പം മോഷൻ പോകത്തില്ല. പക്ഷേ ആ പോകാത്തത് ഇവർക്കൊരു ബുദ്ധിമുട്ടാണ്. പോകാത്തത് ബുദ്ധിമുട്ടില്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി ബെറ്ററാണ്. പക്ഷെ പോകാത്തത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ്. 2-3 ദിവസത്തേക്ക് മോഷൻ പോകുന്നില്ലെങ്കിലാണ് അതിന് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ മുറുകി പോകുന്നതിനല്ല. ഒരേ സമയം മെയിൻറ്റെയിൻ ചെയ്യണമെന്നില്ല, പക്ഷെ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിൽ മാത്രമേ ഒരേ സമയം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പ്രോപ്പർ, അതായത് കറക്റ്റായിട്ട് പോകുന്നൊരു കാര്യമാണ്. ഇപ്പോൾ രാവിലെ പോകുന്നില്ലെങ്കിൽ ഈവനിങ് അതാണെങ്കിലും ഓക്കെയാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ബോഡി ഒന്ന് ശീലിപ്പിച്ചെടുത്ത് അതെല്ലാം പ്രോപ്പർ കറക്റ്റ് ടൈമിൽ ചെയ്യേണ്ട കാര്യങ്ങൾ അത് അതേപോലെ ചെയ്യും. അവിടെ എന്തെങ്കിലും വേരിയേഷൻ വന്നാൽ ചിലർ കാണിക്കില്ല, ഫുഡ് കഴിച്ച ഉടനെ ടോയ്ലറ്റിൽ പോകണം, ഫുഡ് കഴിച്ച ഉടനെ ടോയ്ലറ്റിൽ പോകണം, ഒരു ദിവസം തന്നെ 3-4 തവണ പോകണം, എന്നെങ്കിലും ഒന്നും പ്രോപ്പറായിട്ട് പോയി നാകത്തുള്ളൂ. ചിലർക്ക് ഭയങ്കരമായിട്ട് അയഞ്ഞു പോകും, ചിലർക്ക് മുറുകി പോകും. ഈ പറയുന്ന പല പല കാര്യങ്ങൾ ഇതൊന്നും നോർമൽ അല്ല. നല്ല രീതിയിൽ വയറിൻ്റെ കുടലിൻ്റെ പ്രശ്നമുള്ള ആളുകളിലാണ് ഇത് മെയിനായിട്ട് സംഭവിക്കുന്നത്. പക്ഷെ ഇത് ഈസിയായിട്ട് ശരിയാക്കാം. ഇത് ശരിയാക്കിയെങ്കിൽ മാത്രമേ അവർക്ക് ആ ലൈഫ് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ ഭൂരിഭാഗം ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഉള്ള പോലെ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. എല്ലാവർക്കും ഒന്നും ഇല്ല, ഈ പ്രശ്നമുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. അവർക്ക് ആ നോർമൽ ആൾക്കാർ ആസ്വദിക്കുന്ന ആ ഒരു ഇതൊന്നും ഇവർക്ക് അറിയത്തില്ലെന്നേ ഉള്ളൂ. പല ആൾക്കാർക്കും മോഷൻ്റെ പ്രശ്നങ്ങൾ അത് എല്ലാവർക്കും ഉള്ളതല്ല, ഈ പ്രശ്നമുള്ളവർക്ക് മാത്രം ഉള്ളതാണ്. അപ്പം മോഷൻ ഒരിക്കലും അയഞ്ഞ് ഷേപ്പില്ലാതെ പോകാനേ പാടില്ല. അത് ശരിയല്ല. അത് ശരിയല്ല എന്നുള്ളത് അറിഞ്ഞെങ്കിലല്ലേ അതിന് പുറകെ നടക്കത്തുള്ളൂ. പല ആളുകളിൽ 80% ആളുകളും പാല് പറ്റില്ല, ലാക്ടോസ് ഇൻടോളറൻസ് ആണ്. അപ്പം ലാക്ടോസ് എന്ന് പറയുന്ന ഒരു ഗ്ലൂക്കോസ് ഉണ്ട് നമ്മുടെ പാലിനകത്ത്, അതിനെ ദഹിപ്പിക്കാനുള്ള ബാക്ടീരിയകൾ കുടലിലില്ല.
കെസിൻ എന്ന് പറയുന്നൊരു പ്രോട്ടീൻ ഉണ്ട് പാലിൽ, അതിനെ ദഹിപ്പിക്കാനുള്ള കപ്പാസിറ്റി കാണത്തില്ല. അതങ്ങനെയാണ് സ്കിൻ പ്രശ്നങ്ങൾ, കഫക്കെട്ടുകൾ, ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെ പല പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അപ്പം നമുക്ക് ഏത് പറ്റും ഏത് പറ്റത്തില്ല എന്ന് നമ്മുടെ ഗട്ട് ഹെൽത്ത് നോക്കിയിട്ട് ക്ലിയർ ആക്കാൻ പറ്റും. നമ്മുടെ സ്കിന്ന് ഗ്ലോ ആവും. ഗട്ട് ഓക്കെ ആണോ സ്കിന്ന് തിളങ്ങും, അല്ലെങ്കിൽ സ്കിന്ന് ഡ്രൈ ആവും, പാടുകൾ വരും. അപ്പം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒരാളെ കണ്ടാൽ ക്ലിയർ ആയിട്ട് മനസ്സിലായി ഇയാളുടെ വയറെങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഇപ്പം ഞാൻ സ്ഥിരം ഇത് തന്നെ ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പം നമ്മളിപ്പോൾ ഒരു മുടിയുടെ കട്ടി, മുടിയുടെ ചിലരുടെ നീളം കാണും, ഉള്ളു കാണത്തില്ല. ചിലരുടെ എന്ന് പറയുന്നത് മുടി കൊഴിച്ചിൽ നല്ല അളവിൽ കാണും. ചിലരുടെ കണ്ടീഷനിൽ എങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ ഇവരുടെ കഴുത്തിന് ചുറ്റും കറപ്പായിരിക്കും, നെറ്റിയിൽ കുരുക്കളായിരിക്കും. ഇത് കംപ്ലീറ്റ്ലി ഗട്ട് റിലേറ്റഡ്. നെറ്റിയിലെ കുരുക്കൾ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഹോർമോണൽ ഇംബാലൻസും ഗട്ട് വേര ഫംഗസ്, ഇതാണ് സംഭവം. അതിനകത്ത് വലിയ നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പം ഫേസിൻ്റെ 2 സൈഡും ഡാർക്കാണ് എന്നൊക്കെ പറഞ്ഞാൽ ഫാറ്റ് ലിവറിൻ്റെ കണ്ടീഷനാണ്. PCOD റിലേറ്റഡ് കാര്യങ്ങളിലും നമുക്ക് ആക്നെ, മുഖക്കുരുവിനകത്ത് 60% വരുന്നത് കുടലിൻ്റെ കണ്ടീഷന്, 40% ഹോർമോണൽ പ്രശ്നമാണ്. അപ്പം നമ്മൾ സ്കിന്നിനെ നമ്മൾ ചുമ്മാതെ വെറുതെ ഇത് ചെയ്തിട്ട് കാര്യമില്ല. വിരയുടെ കാര്യം ക്ലിയർ ആക്കണം, ഫംഗസ് ക്ലിയർ ആക്കണം, നല്ല ബാക്ടീരിയകൾ സപ്ലൈ ചെയ്യണം, പ്രീബയോട്ടിക്സ് ഒക്കെ സപ്ലൈ ചെയ്യണം. അതിനെയാണ് ഗട്ട് റീസെറ്റ് തെറാപ്പി എന്ന് പറയുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യം. അത് ട്രീറ്റ് ചെയ്യുമ്പോൾ പിന്നെ സ്കിന്ന് നോക്ക് മാറ്റം ഉണ്ടോ എന്ന്. അല്ലാതെ സ്കിന്ന് മാത്രം ചെയ്താൽ മാറത്തില്ല. അതാണ് എൻ്റെ ഒരു സത്യാവസ്ഥ. ഈ ഡോക്ടർ ഈ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. സായി പല്ലവി ഉണ്ടല്ലോ, പുള്ളിക്കാരി ആദ്യം പ്രേമം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിൽ അഭിനയിക്കുമ്പോൾ മുഖത്ത് ഫുള്ള് റെഡായിട്ടുള്ള പിമ്പിൾസ് ആയിരുന്നു. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള അവരുടെ ഒരു ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൃത്യമായിട്ടുള്ള ബാലൻസ്ഡ് ഫുഡാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്, എൻ്റെ ഗട്ടിപ്പോൾ ഓക്കെയാണ്, അതുകൊണ്ട് തന്നെ പിമ്പിൾസ് തനിയെ മാറി, ഞാൻ വേറെ ട്രീറ്റ്മെൻറ്റ്സ് എടുത്തിട്ടില്ല. ഡോക്ടർ പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മെഡിക്കൽ മാഫിയ എന്ന് പറയുന്നൊരു സംഭവമാണ്. അവരാരും റൂട്ട് കോസ് പറഞ്ഞു കൊടുക്കത്തില്ല. നമുക്ക് പീലിങ് ചെയ്യാം, നമുക്ക് ഫേഷ്യൽ ചെയ്യാം, നമുക്ക് അങ്ങനത്തെ ഈ പ്രൊസീജിയേഴ്സ് തെറപ്പികളാണ് മെയിനായിട്ട്. ഇപ്പം മുടി കൊഴിച്ചിലെന്ന് പറഞ്ഞു വെച്ചാൽ എന്തോരം മെത്തഡുകൾ ചെയ്യുന്നുണ്ടെന്നറിയോ. ബേസിക് കാര്യം ചെയ്തുകൊണ്ട് ഇതൊക്കെ ചെയ്തോട്ടെ, കുഴപ്പമില്ല. ഇപ്പം ഫേസ് ഡാർക്കാണെന്ന് പറഞ്ഞാൽ ലേസർ ചെയ്യുന്നവരുണ്ട്. ലിവറും കുടലും ശരിയാകാതെ ഫേസ് ഡാർക്ക് മാറത്തില്ല. ഇല്ല, ഫുൾ ഡാർക്ക് വരുന്നത് തൈറോയിഡൈറ്റിസ് ആണ്, തൈറോയിഡിലെ നീർക്കെട്ടാണ്. അത് ക്ലിയർ ആകാതെ അത് മാറില്ല. അപ്പം നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പല സാഹചര്യങ്ങളിലും ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ആക്കിയാൽ ഇത് ശരിയാവും. പല സമയങ്ങളായിട്ട് പറയുന്നത് നിങ്ങളുടെ താരനുണ്ടോ, നിങ്ങൾ വയറ് ശരിയാക്കിയെങ്കിലേ നടക്കത്തുള്ളൂ. പക്ഷേ സ്കിന്നിൻ്റെ ഡോക്ടർ പറയുന്നത് അത് സ്കിന്നിൻ്റെ മാത്രം പ്രശ്നമാണ്, വയറുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് പറയുന്നത്. മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കിൽ അതേ പറയുന്നുള്ളൂ, അതിനകത്ത് യാതൊരു ഇതില്ല. പക്ഷേ റിസർച്ചുകളിൽ ക്ലിയർ ആയിട്ട് പറയുന്നൊരു കാര്യമാണ്. ഈ എത്രയോ പേര് പറയുന്നുണ്ട് എനിക്ക് ഷുഗർ അല്ലെങ്കിൽ ലാക്ടോസ് ഇത് ചെയ്താൽ ഇത് കൂടുന്നുണ്ട്, എനിക്ക് ഗോതമ്പ് കഴിച്ചാൽ ഇത് കൂടുന്നുണ്ട്. ഇത് അവിടെ എടുക്കുമ്പോൾ ഇവിടെ കൂടരുത്. അതാ കണക്ഷൻ ഉണ്ടെങ്കിലല്ലേ കൂടുന്നുള്ളൂ. അതേപോലെ തന്നെ പ്രോബയോട്ടിക്സ് പലതരം ബാക്ടീരിയകളെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് താരം കുറയുന്നുണ്ട്. അതായത് ഇവിടെ തൊടാതെ തന്നെ, താരം തൊടാതെ തന്നെ വയറ് ട്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ മാറുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് പല ആൾക്കാരും പോയിട്ട് ഗ്യാസ്ട്രോ ഡോക്ടറെ പോയി കണ്ടിട്ട് കാര്യമില്ല. കാരണം അവർ വയറിൻ്റെ പ്രശ്നം മാത്രം ശരിയാക്കുന്നവരാണ്. അത് അതിൽ നിന്നും പുറത്തോട്ടുള്ള കണക്ഷൻസ് ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇത്ര എളുപ്പപ്പണിയല്ല. അപ്പോൾ അതിന് നമ്മൾ അതിനകത്ത് കൂടുതൽ നിന്ന് റിസർച്ച് ചെയ്യുന്നവർക്ക് മാത്രമേ അത് ക്ലാരിറ്റി വരത്തുള്ളൂ. ഇല്ലെങ്കിൽ അവർ പറയും വയറിൻ്റെ പ്രശ്നമൊന്നുമല്ല, അത് സ്കിന്നിൻ്റെ ആണെന്ന് പറഞ്ഞ് പിന്നെ സ്കിന്നിൻ്റെ പുറകെ പോകുന്നത്. അതുകൊണ്ടാണ് ഇതെല്ലാം കണക്റ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ എൻ്റെ പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരെണ്ണം ട്രീറ്റ് ചെയ്യുക, എന്നിട്ട് നോക്കുക. എല്ലാവരോടും പറയും ആദ്യത്തെ 2 ആഴ്ച നമുക്കിത് ചെയ്തു നോക്കാം, എന്നിട്ട് ഏതൊക്കെ ബാക്കിയുണ്ടോ എന്നിട്ട് നമുക്കതിന് ചെയ്യാം എന്ന രീതിയിൽ ആദ്യം പറയുന്നത്. സിമ്പിൾ അല്ലേ? അതാ നല്ലത്. ശരിക്കും ഒരു വ്യക്തിക്ക് പാൽ ആവശ്യമില്ല. തൈരാണെങ്കിൽ ഓക്കെ, ഓൾറെഡി ദഹിപ്പിച്ച സാധനമാണ്. എൻ്റെ അച്ഛന് വെരിക്കോസ് ഉള്ള ഒരാളാട്ടോ, പക്ഷെ അച്ഛൻ്റെ അടുത്ത് ഇതുവരെ ഒരു ഡോക്ടറും പാല് കെട്ടാൻ പറഞ്ഞു. അല്ല, ഈ ഒരു ട്രാക്ക് ഗട്ട് കണക്ട് ആയിട്ട് ആരും നോക്കുന്നില്ലല്ലോ. ഏതെങ്കിലും ഒരു കാറ്റഗറി മാത്രമല്ലേ നോക്കുന്നുള്ളൂ. അത്രയും കാശ് മുടക്കി ഈ സ്കിന്നിൻ്റെ ഇതിന് വേണ്ടിയിട്ട് കളയേണ്ട ഒരാവശ്യമില്ല. ഈ സംഭവം മതി, നല്ല റിസൾട്ടുള്ള കാര്യമാണ്. ഇതെനിക്ക് ആയുർവേദത്തിൽ നിന്ന് കിട്ടിയൊരു കാര്യമാണ്.